ടീച്ചർ, ഞങ്ങളിനി വഴക്കിടില്ല. ശരി ശരി. അതെ, പറഞ്ഞു കേട്ടല്ലോ, പേരൻസിനെയും കൊണ്ട് വരണോന്ന്. ഞാൻ എന്റെ അച്ഛനെയും കൊണ്ടേ വരൂ. ഞാനും എന്റെ അച്ഛനെയും കൊണ്ടേ വരൂ. വെറുതെ പുളു അടിക്കല്ലേ. സത്യം പറ, നിനക്ക് അങ്ങനെ ഒരാളുണ്ടോ? ഒന്നറിയാനാ, പറ, ഉണ്ടോ? ഉണ്ട്. അവാർഡ് വാങ്ങിയ അച്ഛനെ കൊണ്ട് വരികയും ചെയ്യും. നിന്റെ മുന്നിൽ കൊണ്ട് നിർത്തി കാണിക്കുകയും ചെയ്യും. നമുക്ക് കാണാം. ആ, കാണാം. എന്തിനാ സത്യം അങ്ങനെയൊക്കെ വെല്ലുവിളിക്കാൻ പോയത്? ഇനി അച്ഛനെ കൊണ്ടുവരണ്ടേ? ഞാൻ അച്ഛനെ കൊണ്ടുവരുമെന്ന് ഏറ്റു കഴിഞ്ഞാൽ ഞാൻ അച്ഛനെ കൊണ്ടുവന്നിരിക്കും പപ്പി. നോക്കിക്കോ. എന്റെ അവാർഡ് വാങ്ങിക്കാൻ എന്റെ അച്ഛൻ തന്നെ വരും, ഉറപ്പാ. സത്യ വാശിയിലാണല്ലോ. സത്യ അച്ഛനാണെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഞാനാണെന്ന് പറയാനും പറ്റില്ലല്ലോ. ഞാനുമായി സംസാരിക്കുന്നോണ്ടാ സത്യ ഇത്ര ഉറപ്പ് പറയുന്നത്. ഇതാകെ കൊഴിയുമല്ലോ കൃഷ്ണ. പപ്പി എന്താ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. അപ്പോ കാര്യങ്ങളെല്ലാം എളുപ്പമാ. ഭരണപക്ഷത്തിന്റെ ഉറപ്പാ കിട്ടിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞ തടസ്സങ്ങളൊന്നും ഇനി മുന്നിലില്ല. തടസ്സം വന്നിരിക്കുന്നത് അതിലൊന്നുമല്ല. ഗവൺമെന്റ് നമുക്ക് തടി വെട്ടാനായി സ്ഥലം അനുവദിച്ചു തരുമ്പോ ഈടായിട്ട് നമ്മൾ പ്രോപ്പർട്ടി എന്തെങ്കിലും കൊടുക്കണം. അതിപ്പോ ഉപേന്ദ്രന്റെ സ്വത്തുക്കളെല്ലാം മലേഷ്യയിലായതുകൊണ്ട് അത് ഇങ്ങോട്ട് മാറ്റാനായി കാലതാമസം ഉണ്ടാവുന്നു. രോഹിത്തിനെ പാർട്ട്ണറാക്കിക്കൊണ്ട് നമ്മുടെ പ്രോപ്പർട്ടി ഈടായി നൽകാനാ ദാസു പറയുന്നത്. രാഘവേട്ടനോട് ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ടാ ഉപേന്ദ്രനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. രാഘവേട്ട, എന്താ വേണ്ടത്? എന്താ അഭിപ്രായം? മറ്റ് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് ദാസർ ഉറപ്പ് തന്നിട്ടുണ്ട്. വനമേഖല പതിച്ചു തരുന്നതിന് പകരമായിട്ട് ഒരുറപ്പിന് നമ്മളിത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കരാറിന്റെ കാലാവധി കഴിയുമ്പോൾ നമുക്കത് തിരിച്ചു തരികയും ചെയ്യും. മന്ത്രി ഇടപെട്ടതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കും. രാഘവേട്ടനൊന്നും പറഞ്ഞില്ല. തിരക്ക് പിടിക്കണ്ട. ഇതൊക്കെ ഒന്ന് സാവകാശം ആലോചിച്ച് ചെയ്താൽ മതി. നമ്മളിപ്പം താമസിക്കുന്ന കിടപ്പാടം പണയപ്പെടുത്തിയുള്ള ബിസിനസ് അല്ലേ? നല്ലോണം ഒന്ന് ആലോചിക്കണം. അയ്യോ, പെട്ടെന്നൊരു തീരുമാനത്തിൽ എത്തിയില്ലെങ്കിലേ ഈ പ്രോജക്ട് നമുക്ക് കിട്ടില്ല ഏട്ടാ. അല്ല, അതെ, ഗവൺമെന്റ് നമ്മുടെ സമയത്തിന് വേണ്ടി കാത്തു നിൽക്കില്ല. അവര് കരാർ മറിക്കും. മന്ത്രി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഇത് നമുക്കായി മാറ്റി വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ തീരുമാനം പറയാൻ വൈകിയാൽ സ്വാഭാവികമായും അവർ വേറെ വഴി നോക്കും. ഉപേന്ദ്ര, കാര്യങ്ങൾ ഉറപ്പായ ശേഷം നമ്മൾ പ്രോപ്പർട്ടി ഈടായി നൽകാമെന്ന് പറഞ്ഞ അവര് സമ്മതിക്കോ? അല്ല, അപ്പോഴേക്ക് നമുക്ക് കുറച്ച് സാവകാശം കിട്ടുമല്ലോ. അതിനാണല്ലോ മന്ത്രി ഇടപെട്ടത്. ഭരിക്കുന്ന മന്ത്രി കൂടെ ഉള്ളപ്പോ അതിനേക്കാൾ വലിയ ഉറപ്പ് വേറെന്താ വേണ്ടത്? ഇവിടെ ഒരു ബിസിനസ് യോഗമില്ലെന്ന് ഞാൻ കരുതേണ്ടി വരുമോ ഏട്ടാ? എന്റെ കാര്യം പോട്ടെ, ഈ നിൽക്കുന്ന രോഹിത് തന്നെ എന്നേക്കാൾ വലിയ പ്രതീക്ഷയിലാ നിൽക്കുന്നത്. എന്തിനാ രാത്രിയാക്കുന്നേ? ഇപ്പൊ തന്നെ ഒന്നോട് വിളിച്ചു നോക്കാം. എന്തു ആടിയത്? മുഖം കടന്നൽ കുത്തിയ പോലെ വീർപ്പിച്ച് വെച്ചേക്കുന്നത്. ഒരു കടന്നൽ തന്നെയാ കുത്തിയത്. അതിന്റെ ഒരു ക്ഷീണം മുഖത്ത് കാണും.
ഓഹോ, വെഡിങ് ആനിവേഴ്സറി പ്രശ്നം. അത് ഞാൻ അന്നേ മനസ്സിലാക്കിയതാ. അവൾ എന്തെങ്കിലും ലുടുക്ക് വിദ്യ ഒപ്പിക്കും, നിന്റെ പദ്ധതി ചീറ്റി പോകും. അത് അതുപോലെ തന്നെ സംഭവിച്ചല്ലേ? ചിറ്റപ്പ, എന്നെ അത് ഓർമ്മിപ്പിക്കാതെ. തോൽവി തോൽവി തോൽവി. അവളുടെ മുന്നിൽ എപ്പോഴും എനിക്ക് പരാജയം തന്നെയാ. ആ എടി, ഈ പല മഹാന്മാരുടെ ചവിട്ടുപടിയായിട്ടുള്ളതേ ഈ പരാജയം എന്ന വാക്കാ. എടി, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തോൽവി ചവിട്ടി തന്നെ കയറിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പരാജയത്തെ അങ്ങനെ എഴുതിത്തള്ളാൻ വരട്ടെ. എടി, എനിക്ക് നിനക്കും എഴുതിത്തള്ളാൻ കഴിയാത്ത ഒരേ ഒരു കടം, അത് ഈ ശാലിനിയും വിഷ്ണുവും തന്നെ. എത്ര കാത്തിരുന്നിട്ടാണെങ്കിലും തീർക്കണം, പലിശ സഹിതം. ശാലിനി പിടിച്ചു നിൽക്കുന്നത് അവളുടെ ജോലിയുടെ പവറിലാ. സത്യസന്ധയായ ജില്ലാ കളക്ടർ. അവിടെ ഒരു പിഴവ് സംഭവിച്ച അവള് തീരും. നീ പറയുന്നത് ശരിയാ. എന്നെ സസ്പെൻഡ് ചെയ്തപ്പോ അവളുടെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു. ആ ചിരി ഒന്ന് തൽക്കാലത്തെ കടമെടുക്കണമെന്ന് എനിക്കും തോന്നിയതാ. അതിനൊരു വഴി കണ്ടുപിടിക്കണം. എന്നിട്ട് കുറച്ചു കാലത്തേക്ക് അവളൊന്ന് വീട്ടിൽ ഇരിക്കട്ടെ. പക്ഷെ അതൊന്നും പൂർണ്ണമായി അവളെ തളർത്താനുള്ളൊരു കാരണമാവുന്നില്ല ചിറ്റപ്പ. പഴയൊരു ചൊല്ലുണ്ട്, അടിക്കണമെങ്കിൽ ഉച്ച നിറകെ തന്നെ അടിക്കണമെന്ന്. വെറും ഒരടി അതിൽ തീരണമല്ല. അങ്ങനൊരടി അവക്കിപ്പോ വേണം. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാ, ഇപ്പൊ ശാലിനിയുടെ ജീവൻ നിലനിൽക്കുന്നത് തന്നെ ആ കുട്ടികളുടെ കളിയിലും ചിരിയിലുവാ. അവരാ അവളുടെ സ്വർഗം. ഒരു സുപ്രഭാതത്തിൽ അവര് രണ്ടുപേരെയും കാണാതായ അവളൊന്ന് ഞെട്ടും. രണ്ടിനെയും കാണാതാവണം. ഒരാഴ്ച അവളെ ഒന്ന് കരഞ്ഞു പിഴിഞ്ഞ് ഓടിക്കാൻ അത് തന്നെ ധാരാളം.